Dear students, myself CMA Salman Al Faris K. നമ്മളിവിടെ ഐബാറ്റിൻ്റെ ഓൺലൈൻ കോഴ്സിൻ്റെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഐബാറ്റിന് നിങ്ങളോട് പറയാനുള്ളത് സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി, കീപ് ഡിസ്റ്റൻസ് ആൻഡ് സ്റ്റഡി വെൽ. വൈ ഐബാറ്റ്? ആക്ച്വലി ഐബാറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനേജ്മെൻറ്റിലുള്ള ഒരുപാട് പേര് ഇവരുടെ ജീവിതത്തിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള 3 kinds ഓഫ് പീപ്പിൾസിനെ കണ്ടിട്ടാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സ് ആണ്, രണ്ടാമത്തത് വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ആണ്, മൂന്നാമത്തത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. ഇതിൽ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നാമത്തെ പ്രോബ്ലം ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ നോളജ് ആണ്, അഥവാ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്തതാണ്. പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂവറുടെ മുന്നിൽ അഥവാ ഒരു ഇൻ്റർവ്യൂവർ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടിക്കൽ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റാറില്ല. അത് അവരുടെ ഒരു ഡീമെറിറ്റാണ്, അഥവാ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ഡീമെറിറ്റാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമുക്കറിയാം ഒരു ഇൻ്റർവ്യൂവിൽ എല്ലാ ആളുകളും, അത് അക്കൗണ്ട്സിൻ്റെ കാൻഡിഡേറ്റ്സ് ആവണമെന്നില്ല, ഏതൊരു ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഏതൊരു കാൻഡിഡേറ്റും ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലമാണ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്, അഥവാ കോൺഫിഡൻസ് ഇല്ലാത്തത്. നമുക്കറിയാം എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ്, അഥവാ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, ബിൽഡപ്പ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഐബാറ്റ് ഈ ഒരു 3 ഡീമെറിറ്റ്സും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഐബാറ്റ് നിങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് വർക്കിംഗ് കാൻഡിഡേറ്റ്സ്. ഈ വർക്കിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോബ്ലമാണ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ടു ഡു വർക്ക്. അഥവാ ഏതൊരാളും ഫസ്റ്റ് ടൈം ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് സെക്ഷൻസ് കൂടിയതാണ്. അഥവാ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, AP ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് റിസീവബിൾ ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടിയ ഒന്നാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഒരാൾ ജോലിക്ക് കയറുന്ന സമയത്ത് അയാൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിരിക്കും ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ, അഥവാ അവർ പ്രത്യേകമായി ചെയ്യുന്ന ആ വർക്കിൽ അവരെന്തായിരിക്കും, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. വൺസ് ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ സീനിയറായിട്ടുള്ള ഒരാൾ അവരോട് ഏതെങ്കിലും ഒരു വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കാറില്ല. അതിന് കാരണം അവർ ഒരുപാട് കാലമായിട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ, അഥവാ പർട്ടിക്കുലർ സെക്ഷനിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും സെക്ഷനിലെ, അഥവാ ഒരാൾ പർച്ചേസ് ബിൽ അടിക്കുന്ന ഒരു വ്യക്തിയോട് സീനിയറായിട്ടുള്ള ഒരാൾ പറയുകയാണ് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അയാൾ ഇതുവരേക്കും എന്ത് ചെയ്തിട്ടില്ല, ബാങ്ക് റീകൺസിലേഷൻ ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെ ഈ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ഇയാൾ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നും വേറൊരു ഓർഗനൈസേഷനിലോട്ട് പോയിട്ട് ജോലിക്ക് നോക്കുന്ന സമയത്ത് അയാളോട് ആ ഒരു ഓർഗനൈസേഷൻ ചോദിക്കും, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് വർക്കാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അയാൾ പറയും, എനിക്ക് പർച്ചേസ് ബിൽ അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷനിലും ആ ഒരു വ്യക്തിക്ക് കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് പർച്ചേസ് ബില്ല് അടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാൻഡിഡേറ്റിന് ആ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ സെയിം സെക്ഷനിൽ തന്നെ ആയിരിക്കും. അഥവാ അയാൾ മുന്നേ വർക്ക് ചെയ്തതും പർച്ചേസ് ബിൽ അടിക്കാനാണ്. ഇതേ സെയിം ഓർഗനൈസേഷനിലും അയാൾ വർക്ക് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആയിരിക്കും, സെയിം ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. അഥവാ അയാളുടെ കരിയറിൽ ലൈഫ് ലോങ് ഈ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാൾക്ക്
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഐബാറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതൊരു സെക്ഷനിലും ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പർച്ചേസ് സെക്ഷൻ ആയിക്കോട്ടെ, സെയിൽസ് സെക്ഷൻ ആയിക്കോട്ടെ, AP ആയിക്കോട്ടെ, AR ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ ഐബാറ്റിന് സാധിക്കും. നമ്മൾ കണ്ടുവന്നിട്ടുള്ള മൂന്നാമത്തെ കാൻഡിഡേറ്റ് ആണ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്. ഈ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ലീഡർഷിപ്പ് കേപ്പബിലിറ്റിയാണ്. അഥവാ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ആ സെക്ഷനിൽ വർക്ക് ചെയ്തിട്ട്, അഥവാ ആ ഒരു ഓർഗനൈസേഷനിൽ എല്ലാ കാര്യത്തിനെക്കുറിച്ചും അവർക്ക് നല്ല നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഥവാ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. പക്ഷേ അവർക്കില്ലാത്ത ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഇല്ലാത്തതാണ്. ഇത് എവിടെയാണ് അവർ ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, വൺസ് ഏതെങ്കിലും ഒരു സമയത്ത് അവർക്കൊരു പ്രൊമോഷൻ കിട്ടുന്ന ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സീനിയർ ആയിട്ടുള്ള ആൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്, ആ ഒരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി അവരുടെ കരിയറിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പോൾ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്, അഥവാ ട്രെയിൻ ചെയ്ത്, അഥവാ ട്രെയിനിങ് കിട്ടി എടുക്കേണ്ട ഒന്നാണ്. ഐബാറ്റ് ആ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് ലാക്ക് ഓഫ് ബിസിനസ് നോളജ്. അഥവാ നമുക്ക് ഒരു സീനിയർ ലെവൽ മാനേജ്മെൻറ്റിന് നല്ല രീതിയിൽ ഒരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ വോൾ രീതിയിൽ ബിസിനസ്സിൻ്റെ ഒരു നോളജ് അത്യാവശ്യമാണ്. ഇതില്ലാത്തതും എന്താണ്, അവരുടെ ഒരു പ്രോബ്ലമാണ്. മൂന്നാമത്തതാണ് ലാക്ക് ഓഫ് നോളജ് ഇൻ ടാക്സേഷൻ. അഥവാ ടാക്സിലുള്ള നോളജിൽ അവർക്കില്ലാത്ത കോൺഫിഡൻസ്. അഥവാ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും ബജറ്റ് വരുന്ന സമയത്ത് ഫിനാൻസ് ആക്ടിൽ എന്തുണ്ടാവും, ഓരോ ടാക്സിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടാവും. ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്ത് മാറ്റമാണോ വന്നത് അത് മാറ്റം വരുത്തിയിട്ട് ചെയ്യേണ്ട ചുമതല അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിനാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിൽ സാധാരണയായി കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഓരോ ടാക്സിൻ്റെ അപ്ഡേഷൻ അനുസരിച്ചിട്ട് ആ ഓർഗനൈസേഷനിൽ മാറ്റം വരുത്താൻ അവർക്ക് ഇല്ലാത്ത കഴിവാണ്. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് നോളജ് ഇൻ ടാക്സേഷൻ എന്ന് പറയുന്നത് അവരുടെ ഡീമെറിറ്റ് ആണ്. നാലാമത്തതാണ് ലാക്ക് ഓഫ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട്. നമുക്കറിയാം ഇന്നത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഓർഗനൈസേഷനിലും കണ്ടുവരുന്ന ട്രെൻഡ് മാനേജ്മെൻറ്റിന് പണ്ടൊക്കെ ഓരോ വർഷം കൂടുമ്പോൾ മാത്രമാണ് നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ മാനേജ്മെൻറ്റ് ആവശ്യപ്പെടാറ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ബിസിനസ്സിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ വീക്കിലും അവർക്ക് എന്ത് വേണ്ടി വരും, റിപ്പോർട്ട് വേണ്ടി വരും. ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ആ ഓർഗനൈസേഷനിൽ അവർ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത മന്ത് എന്ത് ചെയ്യണം, എന്ത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം, ഇത് ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ സ്റ്റാഫിനും ഇതിനുള്ള നോളജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ആ ഒരു കഴിവില്ലാത്തത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. സോ അതിനുള്ള ട്രെയിനിങ്ങും നമ്മുടെ ഐബാറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. ഐബാറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് 2 കോഴ്സുകളാണ്. ഒന്ന് ബാറ്റ്, ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. രണ്ടാമത്തേത് അബാറ്റ് ആണ്, അഡ്വാൻസ്ഡ് ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. പിന്നെ ബാക്കിയുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് ഈ 2 കോഴ്സുകളുടെ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ് ബാക്കിയുള്ള 2 കോഴ്സുകൾ എന്ന് പറയുന്നത്. ഈ കോഴ്സുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മൊഡ്യൂൾസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഥവാ സ്കിൽസ് റിക്വയർഡ് ഫോർ എൻ അക്കൗണ്ടൻറ്റ്. ഒരു അക്കൗണ്ടൻറ്റിന് വേണ്ട സ്കിൽസാണ്. അതിൽ ഒന്നാമത്തതാണ് അക്കൗണ്ടിങ് നോളജ്. നമുക്കറിയാം നിർബന്ധമായിട്ടും വേണ്ടതാണ് അക്കൗണ്ടിങ് നോളജ്. അക്കൗണ്ടിങ് നോളജിൽ തന്നെ ഒന്നാമത്തതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോളജ്. അഥവാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോളജ് ഇല്ലാതെ ഒരു അക്കൗണ്ടൻറ്റിന് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഡേ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് മുതൽക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് വരേക്കും ഒരു അക്കൗണ്ടൻറ്റിന് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോളജ് എന്ന് പറയുന്നത്. അത് ഒരു ട്രേഡിംഗ് കമ്പനി ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് കമ്പനി ആയിക്കോട്ടെ, സർവീസ് സെക്ടർ ആയിക്കോട്ടെ, ഈ 3 കമ്പനിയിലും ഒരേപോലെ നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ടിന് വേണ്ട സ്കില്ലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്
സ്കിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് മാനുഫാക്ചറിങ് കമ്പനിയിലാണെങ്കിൽ പോലും സർവീസ് സെക്ടറിൽ വരെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ച ഒരാൾക്ക് മാത്രമേ മാനുഫാക്ചറിങ് കമ്പനിയിൽ അയാളുടെ കരിയർ ബിൽഡപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒരുപാട് ഓർഗനൈസേഷനിൽ കമ്പനികളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് അവരുടെ സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യണം, ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവരുടെ സ്റ്റോക്ക് മാനേജ് ചെയ്യണം, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവരുടെ സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന പ്രോബ്ലംസ്. ഇതിനെക്കുറിച്ചും നല്ലൊരു ട്രെയിനിങ് ഐബാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നാലാമത്തതാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സുമാണ്. ഇതിൽ ബ്രാഞ്ച് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ബ്രാഞ്ചുകളുടെ കമ്പനിയിൽ എങ്ങനെയാണ് അവിടുത്തെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള, അഥവാ ഒരു വലിയൊരു ഷോപ്പിംഗ് മോളാണ്. ആ മോളിൽ ഒരുപാട് തരത്തിലുള്ള ഷോപ്പുകളുണ്ട്. ഓരോ ഷോപ്പിൻ്റെയും ഫിനാൻഷ്യൽ റിസൾട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം, കമ്പൈൻഡ് ആയിട്ടും കിട്ടണം. എങ്ങനെയാണ് ആ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നത്, പിന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 4 കാര്യങ്ങളിലും, അക്കൗണ്ടിങ് നോളജിലെ 4 കാര്യങ്ങളിലും വളരെ ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷനിൽ അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്ത് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ 4 കാര്യങ്ങളും തിയറി ആയിട്ടും മാനുവലായിട്ടും പ്രാക്ടിക്കലായിട്ടും ട്രെയിനിങ് ഐബാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ആണ് നോളജ് ഇൻ ടാക്സേഷൻ. നമുക്കറിയാം, നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ടിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ടാക്സേഷനിലുള്ള അയാളുടെ നോളജ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് GST. GSTയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതില്ലാണ്ട് ഒരു അക്കൗണ്ടിന് ഒരിക്കലും അയാളുടെ കരിയർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. GSTയിൽ അതിൻ്റെ തിയറി ക്ലാസ്സസ് ഉണ്ടാവും, മാനുവലായിട്ട് അതിൻ്റെ ട്രെയിനിങ് ഉണ്ടാവും, പ്രാക്ടിക്കൽ സെക്ഷൻസും ഉണ്ടാവും. രണ്ടാമത്തതാണ് കസ്റ്റംസ്. അഥവാ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ അക്കൗണ്ടിന് ഉണ്ടായിരിക്കേണ്ട നോളജാണ് കസ്റ്റംസിലുള്ള നോളജ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ രജിസ്ട്രേഷൻ, അതിന് എന്തൊക്കെ കാര്യങ്ങൾ, എന്തിൻ്റെ കമ്പ്യൂട്ടേഷൻസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. മൂന്നാമത്തതാണ് GCC VAT. നമുക്കറിയാം, ഒട്ടുമിക്ക 80%, മലബാർ ഏരിയയിൽ 80% ആൾക്കാരും വർക്ക് ചെയ്യുന്നത് അഥവാ കരിയർ കാണുന്നത്, മുൻകൂട്ടി കാണുന്നത് ഗൾഫ് കൺട്രീസിലായിരിക്കും. അവിടെ 2017 മുതൽ GCC VAT നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നോളജ് നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ടിന് ഉണ്ടായിരിക്കേണ്ടതാണ്. നാലാമത്തതാണ് ഇൻകം ടാക്സ്. നമ്മുടെ ഇന്ത്യയിൽ ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഏതൊരു ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു അക്കൗണ്ടിന് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇൻകം ടാക്സിലുള്ള നോളജ് എന്ന് പറയുന്നത്. അതിൻ്റെ ട്രെയിനിങ്ങും ഐബാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ മൊഡ്യൂളാണ് സ്കിൽ ടു പ്രിപ്പയർ റിപ്പോർട്ട്. അഥവാ ഒരു സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റ് അവരുടെ പ്രീവിയസ് ഡാറ്റാസ് ഉപയോഗിച്ചിട്ട്, അഥവാ പ്രീവിയസ് മന്തിലെ പ്രീവിയസ് ഇയറിലെ ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ടൂളിനെ പറയുന്ന പേരാണ് MIS റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്, അഥവാ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രിപ്പയർ ചെയ്യാൻ ഒരു പ്രത്യേക സ്കില്ല് അനിവാര്യമാണ്. ആ സ്കില്ല് ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷനിലും എന്താണോ മാനേജ്മെൻറ്റിന് ആവശ്യമുള്ള ഡാറ്റകൾ എന്ന് വിശകലനം നടത്തി അതിനനുസരിച്ചിട്ട് വേണം MIS റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ MIS റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ടിന് ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ്. രണ്ടാമത്തതാണ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് കമ്പാരിസൺ, അഥവാ നമ്മൾ പ്രീവിയസ് ഇയറിലെ ഡാറ്റകളും ഈ മന്തിലെ ഡാറ്റകളും തമ്മിൽ റേഷ്യോകൾ ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ്. ഈ ഒരു നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർഗനൈസേഷനിൽ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ എത്താൻ പറ്റുന്ന
ഒന്നാണ് റേഷ്യോ അനാലിസിസിലുള്ള നോളജ് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും ഐബാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഒരു അക്കൗണ്ടൻറ്റിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. ഇന്ന് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും നമ്മൾ ഐബാറ്റിൽ ട്രെയിനിങ് തരുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് SAP. എല്ലാവർക്കും അറിയാം, SAP പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് ടാലി, വിൻമാൻ സോഫ്റ്റ്വെയർ. വിൻമാൻ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ട്രെയിനിങ് തരുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. അടുത്തതായിട്ട് ക്യുക്ക് ബുക്സും അതേപോലെ തന്നെ PeachTree, Sage 50, ഈ രണ്ട് സോഫ്റ്റ്വെയർസും ഇന്ത്യയിൽ അത്രത്തോളം ഫെമിലിയർ അല്ലെങ്കിലും പുറത്തുള്ള പല ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഉള്ള സോഫ്റ്റ്വെയർസാണ് Sage 50യും ക്യുക്ക് ബുക്സും. പക്ഷേ ഇന്ത്യയിലുള്ള പല സോഫ്റ്റ്വെയർസും അഥവാ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർസും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫോർമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഏതൊരു കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അടുത്തതാണ് GST ERP സോഫ്റ്റ്വെയർ. അതിൽ GSTയുടെ ഫയലിംഗ്, റിട്ടേൺസ്, രജിസ്ട്രേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് GST ERP സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് MS ഓഫീസ്. അഥവാ ഒരു അക്കൗണ്ടിങ് സ്റ്റാഫിന് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് MS ഓഫീസിൽ നിർബന്ധമായിട്ടും നോളജ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ട്രെയിനിങ് ഐബാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അടുത്തതാണ് അഡ്വാൻസ്ഡ് എക്സൽ. അഥവാ അത് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാരണം എക്സലിൽ വളരെ ചെറിയൊരു നോളജ് മാത്രം പോരാ. കാരണം ഒരു അക്കൗണ്ട്സിലുള്ള ഒരു സ്റ്റാഫ് അയാളുടെ വർക്കിൻ്റെ ഒരു 80% അയാൾ ചെയ്യുന്നത് എക്സൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഡെപ്ത് നോളജ് ഇൻ എക്സൽ അനിവാര്യമാണ്. അടുത്തതാണ് പവർ പോയിൻ്റ്. അഥവാ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ട്രെയിനിങ് കൊടുക്കുക, അതേപോലെ തന്നെ മാനേജ്മെൻറ്റിന് ഒരു റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് പവർ പോയിൻ്റ്. സോ നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ടിന് വേണ്ട സ്കില്ലാണ് പവർ പോയിൻ്റുള്ള നോളജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് GST ഇൻകം ടാക്സ് ഓൺലൈൻ പ്രൊസീഡിങ്സ്. അഥവാ GSTയുടെയും ഇൻകം ടാക്സിൻ്റെയും ലൈവായിട്ട് ഓൺലൈനിൽ കയറിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടെക്നിക്കൽ സ്കില്ലുകളും നമ്മളുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സോഫ്റ്റ് സ്കില്ലാണ്. അഥവാ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ആദ്യത്തിലെ അക്കൗണ്ടിങ് നോളജ് നിർബന്ധമായിട്ടും വേണം, ടാക്സേഷൻ നോളജ് വേണം, റിപ്പോർട്ട് പ്രിപ്പറേഷൻ വേണം, അതേപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലുമായി. ഇത് മാത്രം പോരാ. ഒരു അക്കൗണ്ടൻറ്റിന് ഒരു സ്ഥാപനത്തിൽ അയാളുടെ കരിയർ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ നോളജസ് മാത്രം പോരാ. അതിലുപരി അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അഥവാ അതിൽ ഒന്നാണ് ബിസിനസ് നോളജ് എന്ന് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അയാൾക്ക് ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അയാളുടെ അക്കൗണ്ട്സ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരാൾ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉള്ള ഒരാൾക്ക്, ഒരു അക്കൗണ്ടൻറ്റിന് മാത്രമേ അയാളുടെ കരിയർ അവിടെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഐബാറ്റ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേസ് സ്റ്റഡീസാണ്. അഥവാ ഒരുപാട് ടോപ്പ് എക്സ്പേർട്ടുകളും പ്രൊഫഷണൽസും വന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, കേസ് സ്റ്റഡീസും കാര്യങ്ങളും തരും. ആ കേസ് സ്റ്റഡീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് നോളജ് വർദ്ധിപ്പിക്കാം. രണ്ടാമത്തത് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. അഥവാ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽസ് അവരുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യും, നിങ്ങളോട് ഷെയർ ചെയ്യും. രണ്ടാമത്തതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ് ഇംഗ്ലീഷ് ട്രെയിനിങ് ആണ്. അടുത്തതാണ് ലീഡർഷിപ്പ് കേപ്പബിലിറ്റി. അഥവാ ഒരു സ്ഥാപനത്തിൽ അയാൾക്ക് സീനിയർ ലെവലിൽ എത്തുന്നതോടുകൂടി അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഐബാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ട്രെയിനിങ് ആണ്. അതേപോലെ സെമിനാർസ് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അടുത്തതാണ് കോൺഫിഡൻസ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കോൺഫിഡൻസ് ഇല്ലാണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അയാളുടെ കരിയറിൽ അച്ചീവ്മെൻറ്റ് സക്സസ് ആവാൻ പറ്റത്തില്ല. സോ കോൺഫിഡൻസ് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ ട്രെയിനിങ് ഉണ്ട്, അതേപോലെ മോക്ക് ഇൻ്റർവ്യൂസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അഥവാ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐബാറ്റിൽ മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്ത് കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് മാത്രമേ നിങ്ങളെ ഒരു
ഇൻ്റർവ്യൂവിന് ഇവിടെ നിന്ന് പറഞ്ഞു വിടത്തുള്ളൂ. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓർഗനൈസേഷനിൽ ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റും. അഥവാ ഇത്രയും കാര്യങ്ങൾ കൂടിയതാണ് ഒരു ഐബാറ്റ് എന്ന് പറയുന്നത്. ഐബാറ്റിൻ്റെ കോഴ്സ് ഞാൻ പറഞ്ഞു, ബാറ്റും അബാറ്റും. ഈ രണ്ട് കോഴ്സുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സ്ഥാപനത്തിലെ ഒരു അക്കൗണ്ടൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബാറ്റ് ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അക്കൗണ്ടിങ് നോളജ്, ടാക്സേഷൻ്റെ നോളജ്, MAS റിപ്പോർട്ടിംഗ്, ടെക്നിക്കൽ സ്കില്ല്, സോഫ്റ്റ് സ്കില്ല്. ഇത്രയും കാര്യങ്ങൾ കൂടിയതാണ് ഐബാറ്റ്. നെക്സ്റ്റ് ഒരു അക്കൗണ്ടൻ്റെ കരിയർ ലാഡറാണ്. അഥവാ ഒരു അക്കൗണ്ടൻറ്റ് നമ്മുടെ BCom കഴിഞ്ഞ് നമ്മുടെ BComോ BBA അല്ലെങ്കിൽ MBA ഒക്കെ കഴിഞ്ഞിട്ട് MCom ഒക്കെ കഴിഞ്ഞിട്ട് ഐബാറ്റിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തതിന് ശേഷം ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് കയറുന്നു. ആ കയറുന്ന സമയത്ത് അയാൾ ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിരിക്കും. ഞാൻ പറയുന്നു, മിക്കവാറും ജസ്റ്റ് ഒരു BCom കഴിഞ്ഞിട്ട് ഒരാൾ ജസ്റ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് ലോങ് ചിലപ്പോൾ അയാൾ ആ സ്ഥാപനത്തിൽ ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പക്ഷേ ഐബാറ്റ് നിങ്ങളോട് ഗ്യാരണ്ടി നൽകുന്നു, നിങ്ങൾ ഐബാറ്റ് എന്ന കോഴ്സ് കഴിഞ്ഞാണ് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൽ നമ്മൾ പറയുന്ന അക്കൗണ്ടിങ് കരിയർ ലാഡർ വളരെ നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫീൽ ചെയ്യാൻ പറ്റും. അഥവാ ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് നിങ്ങൾ ആ സ്ഥാപനത്തിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും. അഥവാ വിത്തിൻ 6 മന്തോ അല്ലെങ്കിൽ 1 ഇയർ കൊണ്ട് നിങ്ങൾ ആരായിട്ട് മാറും, അവിടുത്തെ ഒരു അക്കൗണ്ടൻ്റായിട്ട് മാറും. നെക്സ്റ്റ് സീനിയർ അക്കൗണ്ടൻ്റായിട്ട് മാറും. അത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിൻസിപ്പൽ അക്കൗണ്ടൻ്റായിട്ട് മാറും. ദെൻ ആ ഒരു സ്ഥാപനത്തിലെ കോർപ്പറേറ്റ് കൺട്രോളറായിട്ട് മാറും. ദെൻ ഫൈനലി ആ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അഥവാ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. ഞാൻ തായ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ CMA ക്വാളിഫൈ ചെയ്ത് അവിടെ അക്കൗണ്ട്സ് മാനേജറായിട്ട് ജോയിൻ ചെയ്ത സമയത്ത് എന്നോട് ആ ഡയറക്ടർ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ എക്സാം എഴുതിയ ആ ഒരു ഹാളിൽ ചിലപ്പോൾ 4 or 5 പേര് CMA ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഈ 4 പേരും ഇപ്പോൾ ഫസ്റ്റിൽ, അഥവാ അവരുടെ ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്തത് ഒരേ ലെവലിലുള്ള പോസ്റ്റിലായിരിക്കും. അഥവാ ആ ഒരു ലെവലിലെ പോസ്റ്റ് കിട്ടാൻ അവർക്ക് ഉള്ള നോളജ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ളത് അവരുടെ സർട്ടിഫിക്കറ്റാണ് CMA എന്ന സർട്ടിഫിക്കറ്റ്. 5 വർഷം കഴിഞ്ഞിട്ട് ഇതേ 4 പേരെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്തു നോക്കുക. അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 4 വർഷം കഴിയുന്ന സമയത്ത് ഇതിൽ ഒന്നാമത്തെ ആൾ ചിലപ്പോൾ അതേ പോസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ ആൾ കുറച്ച് മുകളിൽ കുറച്ച് ഉയർന്ന പോസ്റ്റിൽ, അഥവാ നെക്സ്റ്റ് ലെവൽ പോസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ടാവും. അടുത്ത നെക്സ്റ്റ് ആൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ എത്തിയിട്ടുണ്ടാവും. അഥവാ CFO ആ ഒരു ടോപ്പ് പോസ്റ്റിൽ അയാൾ എത്തിയിട്ടുണ്ടാവും. വേറൊരാൾ, അയാൾ ചിലപ്പോൾ ആ സ്ഥാപനത്തിലാവത്തില്ല, അയാൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. അയാൾ ചിലപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഓഥർ ആയിരിക്കും. അങ്ങനെ അയാൾ വമ്പം ഫേമസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഇവിടെ 4 പേർക്കും ഒരേ സർട്ടിഫിക്കറ്റാണ്. അഥവാ 4 പേരും ക്വാളിഫൈ ചെയ്തത് CMA ആണ്. പക്ഷേ 4 പേരും 5 വർഷത്തിൻ്റെ ഉള്ളിൽ എത്തിച്ചേർന്നത് ഡിഫറെൻറ്റ് മേഖലയാണ്. അതിന് കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് അല്ല, അവർക്കുള്ള സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ ഐബാറ്റ് പറയുന്നു, ഐബാറ്റിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും അവർക്ക് വെറും BCom സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അവരുടെ ഉള്ളിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും, അഥവാ സ്കില്ല് ഉണ്ടാവും. ഈ സ്കില്ല് ഉപയോഗിച്ചിട്ട് ആ സ്ഥാപനത്തിൽ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ എത്താൻ അവരെ കൊണ്ട് സാധിക്കും. അഥവാ ഐബാറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കരിയർ എക്സിക്യൂഷനാണ് പറയുന്നത്. അഥവാ എന്തൊക്കെയാണ് ഒരു സ്ഥാപനത്തിലെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടാകുന്ന റോൾസ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഐബാറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എല്ലാം ഓരോ അവരുടെ കരിയർ എക്സിക്യൂഷനിലും തരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വ്യക്തമാക്കുന്നതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് താഴെ ഫിനാൻഷ്യൽ ഡാറ്റ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ ഡാറ്റ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഡെയിലി ചെയ്യുന്ന അഥവാ ഓരോ ട്രാൻസാക്ഷൻ, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻസ് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുക, അത് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുക, അതിൻ്റെ P&L ഉണ്ടാക്കുക, ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക. ഇതാണ് ഫിനാൻഷ്യൽ ഡാറ്റ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അഥവാ ഒരു എമൗണ്ട് ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്നത് റെക്കോർഡ് ചെയ്യുക, അത് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുക,
അതിൻ്റെ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക. ഈ രൂപത്തിലുള്ള സംഭവമാണ് ഫിനാൻഷ്യൽ ഡാറ്റ മാനേജ്. എല്ലാവരും അക്കൗണ്ടൻറ്റും ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടത് അക്കൗണ്ടിങ് നോളജ് വേണം, ടെക്നിക്കൽ സ്കില്ലും വേണം. അഥവാ ഇത് രണ്ടും നമ്മൾ ഐബാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പറേഷൻ. അഥവാ നോർമലി ഒരു ഓർഗനൈസേഷൻ ഒരാളെ കൊണ്ട് പ്രൈമറി ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്തുമാത്രമാണ്, ഫിനാൻഷ്യൽ ഡാറ്റ മാനേജ്മെൻറ്റ് മാത്രമാണ്. ഒരു അക്കൗണ്ടൻറ്റിനെ കൊണ്ട് ഒരു ഓർഗനൈസേഷൻ നോർമലി ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഫിനാൻഷ്യൽ ഡാറ്റ മാനേജ്മെൻറ്റ്. ഇതിന് അയാൾക്ക് വേണ്ടത് അക്കൗണ്ടിങ് നോളജും ടെക്നിക്കൽ സ്കില്ലും മാത്രം മതി. രണ്ടാമത്തേതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പറേഷൻ. അഥവാ ഇത് ആ ഒരു സ്ഥാപനത്തിലെ ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി അല്ല റിപ്പോർട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഹയർ ലെവലിലുള്ള അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പറേഷൻ. അതിന് അയാൾക്ക് വെറും അക്കൗണ്ടിങ് നോളജ് മാത്രം പോരാ, ടെക്നിക്കൽ സ്കില്ലും മാത്രം പോരാ. അയാൾക്ക് വേണ്ടതാണ് MIS റിപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം. അഥവാ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് വേണ്ടത്, ഈ കാര്യങ്ങളിൽ ട്രെയിനിങ് കിട്ടിയ ഒരാൾക്ക് മാത്രമേ റിപ്പോർട്ട് കറക്റ്റായിട്ട് മാനേജ്മെൻറ്റിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ട്രെയിനിങ് അനിവാര്യമാണ്. എങ്ങനെ എത്താൻ, ഒരു ലെവല് മാറി മുകളിലെത്താൻ. അടുത്തതാണ് അനലൈസ് ആൻഡ് അഡ്വൈസ്. അഥവാ ഒരു സ്ഥാപനത്തിൽ ഒരു ചെറിയൊരു അക്കൗണ്ടൻറ്റ് എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് മാനേജ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്ന ഒരാളല്ല. അഥവാ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്നും കൂടെ, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞു, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളെക്കാളും കുറച്ചും കൂടെ മുകളിലുള്ള ആളാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മാനേജ്മെൻറ്റിനെ അഡ്വൈസ് ചെയ്യുക. അഥവാ ഇപ്പോൾ ആ ഒരു ബ്രാഞ്ചിൻ്റെ പോക്ക് എന്തല്ല, ശരിയല്ല, അതിലൊരുപാട് മാറ്റങ്ങൾ വരുത്തണം, എക്സ്പെൻസ് അവിടെ കൂടുതലാണ്, അത് കുറക്കണം, അത് കുറക്കാനുള്ള സ്ട്രാറ്റജീസ് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടോപ്പ് ലെവലിലിരിക്കുന്ന അക്കൗണ്ട്സിലെ സ്റ്റാഫാണ്. അപ്പം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെറിയൊരു അക്കൗണ്ടിങ് നോളജ് പോരാ, അയാൾക്ക് ഡെപ്ത് അക്കൗണ്ടിങ് നോളജ് ഉണ്ടായിരിക്കണം. ഒപ്പം അയാൾക്ക് എന്തും കൂടെ ഉണ്ടായിരിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് സ്കില്ലും കൂടെ ഉണ്ടായിരിക്കണം. അഥവാ ബിസിനസ്സിലുള്ള നോളജ് ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, പ്രസൻറ്റ് ചെയ്യാനുള്ള ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരുന്ന് കാര്യങ്ങൾ പറയാനുള്ള കഴിവുണ്ടായിരിക്കണം, ബിസിനസ് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം. അഥവാ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അത് അനലൈസ് ചെയ്ത് മാനേജ്മെൻറ്റിനോട് അഡ്വൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്തതാണ് റെഗുലേറ്റിംഗ് കംപ്ലയൻസസ്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ടാക്സിൻ്റെ കാര്യങ്ങൾ, GSTയുടെ കാര്യങ്ങളായിക്കോട്ടെ, കസ്റ്റംസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഇനി ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, മാനേജ്മെൻറ്റിന് അതാത് സമയത്ത് ഒരു ഡീഫോൾട്ടും ഇല്ലാതെ, ഒരു പെനാൾട്ടിയും ഇല്ലാതെ, ഇൻട്രസ്റ്റ് പോലും ഇല്ലാതെ അത് കറക്റ്റ് സമയത്ത് ചെയ്യേണ്ടത് എന്തൊക്കെയാണോ കംപ്ലയൻസസ്, അല്ലെങ്കിൽ ഇത് മാത്രമല്ല, ടാക്സിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, HRൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ESI ആയിക്കോട്ടെ, PF ആയിക്കോട്ടെ, ഇത് ഓരോന്നും ഓരോ സമയത്ത് ഏതൊക്കെ സമയത്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിക്കുന്ന ആൾക്കാരാണ് റെഗുലേറ്റിംഗ് കംപ്ലയൻസസ് ചെയ്യുന്നത്. അവർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട നോളജ്, താഴെ പറയുന്ന എല്ലാ നോളജും ഉണ്ടായിരിക്കണം. അതിന് പുറമെ എന്തുണ്ടായിരിക്കണം, ടാക്സിലുള്ള നോളജ് ഉണ്ടായിരിക്കണം, ടെക്നിക്കൽ സ്കില്ല് എക്സ്ട്രാ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുണ്ടാവുമ്പോഴേ അയാൾ ആ ഒരു ടോപ്പ് പോസ്റ്റിൽ ഉണ്ടാക്കത്തുള്ളൂ. അടുത്ത ലെവലാണ് മാനേജ് ദ പീപ്പിൾസിനെ മാനേജ് ചെയ്യാനുള്ള കഴിവാണ്. അഥവാ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ, അക്കൗണ്ട്സിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തി, അയാൾക്ക് നിർബന്ധമായിട്ടും വേണ്ടത് സോഫ്റ്റ് സ്കില്ലാണ്. അഥവാ അയാളുടെ ആറ്റിറ്റ്യൂഡ് വളരെ അടിപൊളിയായിരിക്കണം. നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് മാത്രമേ പീപ്പിൾസിനെ മാനേജ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സോഫ്റ്റ് സ്കിൽ ഉണ്ടായിരിക്കണം അയാൾക്ക്. റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ കരിയർ നമുക്ക് അഥവാ നമ്മളെന്ത് ചെയ്യണം, ആദ്യം സെറ്റ് ചെയ്യണം. ഐബാറ്റിൽ വരുന്ന ഓരോ സ്റ്റുഡൻറ്റും ആദ്യം സെറ്റ് ചെയ്യണം, എനിക്ക് ഇന്ന ഓർഗനൈസേഷനിൽ ഇന്ന പോസ്റ്റിൽ എത്തണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അതിന് വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഐബാറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. റൈറ്റ്.